ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സന്ദേശ് ദ പ്രിൻസ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. ഈ സ്റ്റേ ടൗണിൻ്റെ സെൻട്രൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും പെട്ടെന്ന് ക്യാബ് കിട്ടാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. നമ്മളിങ്ങനെ ടൗണിൻ്റെ സെൻട്രൽ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജേർണിയുടെ എക്സ്പെൻസ് നല്ലൊരു ലെവൽ വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഞങ്ങൾ പോയ മിക്കവാറും ഡെസ്റ്റിനേഷൻസിലേക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫ്രഷൊക്കെ ആയി ഇറങ്ങുന്ന സമയത്താണ് അർച്ചനേൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മൈസൂർ ടൂറിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അർച്ചന അവരുടെ കൂടെ ഇറങ്ങി. അർച്ചനയുടെ ഹസ്ബൻഡിൻ്റെ കസിൻസ് വെക്കേഷനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി മൈസൂരേക്ക് ടൂറിനായിട്ട് വന്നതാണ്. മൈസൂർ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മൈസൂർ പാക്കാണ്. അപ്പോൾ ഗുരു സ്വീറ്റ്സാണ് മൈസൂർ പാക്കിൽ ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് മൈസൂർ പാക്കും കുറച്ച് ഗീ പാക്ക് പിന്നീട് പേട അങ്ങനത്തെ കുറേ വെറൈറ്റീസ് അവിടെ ഉണ്ട്. അതൊക്കെ കുറേശ്ശെ മേടിച്ചു. പിന്നീട് ഞങ്ങൾ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് മൈസൂർ പാലസ്. മൈസൂർ പാർട്ട് 3 നമുക്ക് മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.